ഇന്ന് നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്രമാത്രം മാറ്റമുണ്ടായി എന്ന് നമുക്കിന്ന് നോക്കാം. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു സെന്റൻസ് നിങ്ങൾക്കറിയാം, നമ്മുടെ ലെസൺ 14 തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തന്ന ഒരു സെന്റൻസ് ആണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, പകുതിയിലേറെ അധികം ആൾക്കാരും എഴുതിയ സെന്റൻസ് കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് നിങ്ങളെ എഴുതി കാണിക്കുകയാണ് എങ്കിൽ പിന്നെ എനിക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിന്റെ മറുപടി തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിൽ നോക്കുക. അവൾ ഇവിടെ വരാറുണ്ടായിരുന്നു. എങ്ങനെ പറയണം? മാറ്റി നമുക്ക് അവൾ വേണം. സെന്റൻസിന്റെ അവസാന ഭാഗത്ത് വരാറുണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു കം ഹിയർ. ഇവിടെ വരാറുണ്ടായിരുന്നു. എന്റെ കൂടെ കളിക്കുകയും ചെയ്യുമായിരുന്നു. എന്റെ കൂടെ കളിക്കുകയും ചെയ്യുമായിരുന്നു. ആര്? അവൾ. ഷീ യൂസ്ഡ് ടു play with me. She used to play with me. പക്ഷെ ഇപ്പോൾ അവൾ ഇവിടെ വരാറില്ല. ബട്ട് ഷീ, അവൾ വരാറില്ല. ഷീ ആയതുകൊണ്ട് ഡസിന്റ് ആണ് വേണ്ടത്. ഷീ ഡസിന്റ് കം ഹിയർ. ഇവിടെ വരാറില്ല. പക്ഷെ അവൾ ഇവിടെ വരാറില്ല. എനിക്ക് തനിച്ച് കളിച്ച് ശീലമായി. അവൾ ഇവിടെ വരാറില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് തനിച്ച് കളിച്ച് ശീലമായി. എങ്ങനെ പറയും? ഐ വാസ് യൂസ്ഡ് ടു പ്ലേയിങ്. ഐ വാസ് യൂസ്ഡ് ടു പ്ലേയിങ് എലോൺ. എന്തുകൊണ്ടാണ് ഇവിടെ ടു കഴിഞ്ഞ ing വന്നത്? ഐ വാസ് യൂസ്ഡ് ടു പ്ലേയിങ്. നമ്മുടെ എന്തിൽ നോക്കണം നിങ്ങൾ? നമ്മുടെ യൂസ്ഡ് ടുവിന്റെ ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കണം. ഐ വാസ് യൂസ്ഡ് ടു പ്ലേയിങ് എലോൺ. ക്ലിയർ? അവളില്ലാതെ ഞാൻ ശീലിച്ചു വരികയാണ്. ഞാൻ. ഐ ആം ഗെറ്റിംഗ്. നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. ഐ ആം ഗെറ്റിംഗ്. ശീലിച്ചു വരികയാണ്. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു ബീയിങ്. അവളില്ലാതെ, ഇവിടെ കാണുന്നുണ്ടല്ലോ, ബീയിങ് വിത്തൗട്ട് ഹർ. ഇവിടെ എന്തിനാണ് ഈ ബീയിങ് ഉപയോഗിച്ചത്? ബീയിങ്ങിന്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. വളരെ കൃത്യമായി തന്നെ ബീയിങ് ഞാൻ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് വരുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പഠിക്കാം. ബീയിങ് ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ആ ഒരു അവസ്ഥയുമായിട്ട്, അവളില്ലാത്ത ഇപ്പോഴത്തെ ഒരു അവസ്ഥയുമായിട്ട് ഞാൻ യോജിച്ചു വരികയാണ്. ആ അവസ്ഥയ്ക്ക്, ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ പറയാനാണ് ഞാനിവിടെ ബീയിങ് ഉപയോഗിച്ചത്. അപ്പൊ എങ്ങനെയാണ്? ബീയിങ്ങിന്റെ ക്ലാസ് കേട്ടാൽ മതി കേട്ടോ. ഷീ യൂസ് ടു കം ഹിയർ. ഷീ യൂസ് ടു പ്ലേ വിത്ത് മീ. എൻ്റെ കൂടെ കളിക്കാറുണ്ടായിരുന്നു. ബട്ട് ഷീ ഡസന്റ് കം ഹിയർ. ഐ വാസ് യൂസ്ഡ് ടു പ്ലേയിങ് എലോൺ. Was used to play അല്ല, playing alone. I am getting used to being without her. I am getting used to being without her. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കമന്റ് ബോക്സിൽ ഞാൻ നിങ്ങൾക്ക് തന്ന സെന്റൻസ്. അധികം ആൾക്കാരും ശരിയായി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സെന്റൻസുകൾ, ഇത്രയും ദിവസം നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കൂടിയതിൽ നിങ്ങൾക്ക് എന്തു മാറ്റം ഉണ്ടായി എന്ന് കുറച്ച് സെന്റൻസുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നോക്കൂ, നമ്മുടെ സെന്റൻസ് നോക്കൂ. എൻ്റെ അച്ഛൻ പണിയെടുക്കാറുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാദർ എന്നും നമുക്ക് നല്ല ഓർമ്മകൾ തരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? അപ്പോ എൻ്റെ അച്ഛൻ പണിയെടുക്കാറുണ്ടായിരുന്നു. എങ്ങനെ പറയും? എൻ്റെ എന്നൊക്കെ പറയാം. നമ്മൾ എന്താണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? പ്രിനൗൺ പഠിച്ചിരുന്നു, അല്ലെ? ലെസൺ 15 ആണെന്ന് തോന്നുന്നു. നിങ്ങളിത് കണ്ട് പഠിക്കുക. എൻ്റെ അച്ഛൻ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇനി ഓരോ സെന്റൻസും എഴുതിക്കോളൂ. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള ഒരു പരീക്ഷണമാണിത്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് എഴുതൂ. എൻ്റെ അച്ഛൻ പണിയെടുക്കാറുണ്ടായിരുന്നു. പെട്ടെന്ന്. 3, 2, 1, 0. ഇനഫ്. പോരെ? എൻ്റെ അച്ഛൻ പണിയെടുക്കാറുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ, മൈ ഫാദർ, പണിയെടുക്കാറുണ്ടായിരുന്നു. യൂസ്ഡ് ടു
work. My father used to work. എൻ്റെ അച്ഛൻ പണിയെടുക്കാറുണ്ടായിരുന്നു. നെക്സ്റ്റ്, എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു. പെട്ടെന്ന് 3, 2, 1. എന്താണ്? എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു. എങ്ങനെ എഴുതും? My father ഒരു കൃഷിക്കാരനായിരുന്നു. Was a farmer. ഫാർമർ അല്ല കേട്ടോ, ഫാമർ. മൈ ഫാദർ വാസ് എ ഫാമർ. കൃഷിക്കാരനായിരുന്നു. ശരിയായി വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? നെക്സ്റ്റ്, എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. പെട്ടെന്നാവട്ടെ. 3. ഓക്കെ. എൻ്റെ അച്ഛൻ, മൈ ഫാദർ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. lived for me. ഈ 3 സെന്റൻസ് ക്ലിയർ ആയി എഴുതിയവർ എത്ര പേരുണ്ട്? ഈ ക്ലിയർ ആയിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ട, നമുക്ക് ഇനി അടുത്ത സെന്റൻസുകളുണ്ട്, നമുക്കത് എന്ത് ചെയ്യാം? ശരിയാക്കി എഴുതാം. മൈ ഫാദർ യൂസ്ഡ് ടു വർക്ക്. നിങ്ങൾ ഒന്നുകൂടി പറയൂ. മൈ ഫാദർ യൂസ്ഡ് ടു വർക്ക്. എൻ്റെ ഫാദർ ജോലിക്ക് പോകാറുണ്ടായിരുന്നു, ജോലി ചെയ്യാറുണ്ടായിരുന്നു, ജോലി എടുക്കാറുണ്ടായിരുന്നു, പണി എടുക്കാറുണ്ടായിരുന്നു. എങ്ങനെ പറയും? മൈ ഫാദർ യൂസ്ഡ് ടു വർക്ക്. മൈ ഫാദർ യൂസ്ഡ് ടു വർക്ക്. മൈ ഫാദർ വാസ് എ ഫാമർ. മൈ ഫാദർ വാസ് എ farmer. My father lived for me. My father lived for me. പറയൂ. My father lived for me. My father എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. നിങ്ങൾ പറഞ്ഞല്ലോ my father used to work. Again, my father was a farmer. പറയ, മടിയില്ലാത്ത പറയ. My father lived for me. ഓക്കെ. ഇനി കുറച്ച് സെന്റൻസ്, നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ. നിന്റെ അച്ഛൻ ജോലി ചെയ്യുമോ? പെട്ടെന്ന് എഴുതൂ. എങ്ങനെ എഴുതേണ്ടത്? Does your father work? അച്ഛനിപ്പോ ജോലിയൊക്കെ ചെയ്യുമോ? അച്ഛനിപ്പോ ജോലിക്കൊക്കെ പോകുമോ? അച്ഛനിപ്പോ ജോലിയൊക്കെ ചെയ്യുമോ? Does your father work? Does your father work? Does your father work? ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യമല്ലേ? അച്ഛനിപ്പോ ജോലിയൊക്കെ ചെയ്യുമോ? Does your father work? നിന്റെ അച്ഛൻ ഇവിടെ വരാറുണ്ടായിരുന്നോ? പെട്ടെന്നാവട്ടെ. നിന്റെ അച്ഛൻ ഇവിടെ വരാറുണ്ടായിരുന്നോ? നോക്കിക്കോളൂ. നിങ്ങൾ പറഞ്ഞെന്ന് വിചാരിക്കുകയാണ്. Did your father used to come here? Did your father used to come here? എങ്ങനെ ചോദിക്കുക? Did your father used to come here? എങ്ങനെ ചോദിക്കും? Your father used to come here. Did your father used to come here? ഫാദർ ഇവിടെ വരാറുണ്ടായിരുന്നോ? നെക്സ്റ്റ് സെന്റൻസ്, നിന്റെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു. പെട്ടെന്നാട്ടെ. നിന്റെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു. എങ്ങനെയാണ്? Was your father a farmer? നിന്റെ അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു. ആയിരുന്നു. എങ്ങനെയാണ്? Was your father a farmer? ഇതെത്ര പേര് ശരിയായി? എല്ലാവർക്കും ശരിയാകണം. നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചതാണിത്. ശരിയായോ നിങ്ങൾക്ക്? ഓക്കെ. എന്താണ്? Does your father work? അച്ഛൻ ജോലി ചെയ്യുമോ? എങ്ങനെ ചോദിക്കാം? Does your father work? Does your father work? Did your father used to come here? Did your father used to come here? Was your father a farmer? Was your father a farmer? എങ്ങനെയാണ്? ഒന്നിട്ട് വായിക്കൂ. Does your father, നിങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. പറയൂ. Does your father work? Did your father used to come here?
വാസ് യുവർ ഫാദർ എ ഫാം? ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് സെന്റൻസുകൾ കൂടി നമുക്ക് നോക്കാം. സെന്റൻസ് നോക്കൂ. അച്ഛൻ പറഞ്ഞു പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന്. ഓക്കെ, അച്ഛൻ പറഞ്ഞു നമുക്ക് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന്. പെട്ടെന്നാവട്ടെ. ഓർക്കുന്നുണ്ടല്ലോ, മെന്ന്. ഓക്കെ, അച്ഛൻ പറഞ്ഞു. നമ്മൾ ഇത്ര നേരമായി ഫാദർ എന്ന് എഴുതി. ഇത് നമുക്ക് ഇനി എന്തെന്ന് എഴുതാം? ഡാഡ് പറഞ്ഞു, സെഡ് ഒരാളെ കൊടുക്കണം. ഫാദർ സെഡ് ദാറ്റ് എന്താണ്? നമുക്ക് മെന്ന് വി വുഡ് ഈറ്റ് ഔട്ട്. എന്താ പറഞ്ഞത് അച്ഛൻ? ഡാഡ് സെഡ് ദാറ്റ് വി വുഡ് ഈറ്റ് ഔട്ട്. വി വില്ലല്ല, ഡാഡ് സെഡ് ദാറ്റ് വി വുഡ് ഈറ്റ് ഔട്ട്. ഡാഡ് പറഞ്ഞു വി വുഡ് ഈറ്റ് ഔട്ട്, നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന്. അച്ഛൻ ചായ കുടിച്ചില്ലെന്ന് പറഞ്ഞു. ഡാഡ് ചായ കുടിച്ചില്ലെന്ന് പറഞ്ഞു. എങ്ങനെ പറയും? നിങ്ങൾ എഴുതണമല്ലോ അല്ലെ? എഴുതൂ. ഡാഡ് സെഡ് ദാറ്റ്, ഡാഡ് പറഞ്ഞു. എന്തെന്നാണ് പറഞ്ഞത്? അദ്ദേഹം ചായ കുടിച്ചില്ല. ഹി ഡിഡ് നോട്ട് ഹാവ് ടീ. ഡാഡ് സെഡ് ദാറ്റ് ഹി ഡിഡ്ന്റ് ഹാവ് ടീ. ഇതാണ് ഡാഡ് പറഞ്ഞത്. ചായ കുടിച്ചില്ലെന്ന്, മെന്നല്ല, കുടിച്ചില്ലെന്ന് പറഞ്ഞു. ഞാൻ ചായ കുടിച്ചില്ല. ഡാഡ് സെഡ് ദാറ്റ് അദ്ദേഹം ചായ കുടിച്ചില്ലെന്ന്. ഹി ഡിഡ്ന്റ് ഹാവ് ടീ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡ്രിങ്ക് ടീ. അപ്പൊ എന്താണ്? ഡാഡ് സെഡ് ദാറ്റ് വി വുഡ് ഈറ്റ് ഔട്ട്, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ഈറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കഴിക്കുക. അദ്ദേഹം ചായ കുടിച്ചില്ലെന്ന് പറഞ്ഞു. ഹി ഡിഡ്ന്റ് ഹാവ് ടീ. ഡാഡ് സെഡ് ദാറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് സെന്റൻസുകൾ നോക്കിയതിനകത്തുനിന്ന് നമ്മൾ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങളാണ് നമ്മളൊന്ന് നോക്കിയത് അല്ലെ? അപ്പൊ ഇതൊക്കെ എല്ലാവരും തന്നെ എഴുതിയെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോ ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മാന്യമായി തന്നെ ചോദിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോ നമ്മൾ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ എന്താണ് സ്വാതന്ത്ര്യ ദിനമാണ് അല്ലെ? അപ്പോൾ അന്ന് മുതൽ നമ്മൾ നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ബാച്ച് തുടങ്ങുകയാണ്. ഈവനിങ് ബാച്ചാണ് കേട്ടോ തുടങ്ങുന്നത്. വൈകുന്നേരം, രാത്രി എന്ന് പറയാൻ പറ്റത്തില്ല, വൈകുന്നേരമാണ് അതിന്റെ ടൈം വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ പറഞ്ഞു പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിലും ഈ നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ് കേട്ടോ. വേറെ എന്തുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ്. എല്ലാവരും കുറച്ച് സമയം നമ്മുടെ വയനാടിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. അവരും നമ്മുടെ സഹോദരങ്ങളാണല്ലോ. അപ്പൊ അവരെ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് ഓർക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.